നേന്ത്രപ്പഴം വെച്ച് 5 മിനിറ്റിൽ ചെയ്തെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചായക്കടി നോക്കിയാലോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്യുന്നത് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് നമ്മൾ അത്യാവശ്യം നല്ല പഴുത്ത പഴം എടുക്കാൻ കേട്ടോ നല്ലത്. ഞാൻ 3 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അത്ര അധികം പഴുത്തിട്ടില്ല, എന്നാലും കുഴപ്പമില്ല. അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ ഉടച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. നല്ല പഴുത്ത പഴമാണെങ്കിൽ പെട്ടെന്ന് കൈവച്ച് നമുക്ക് ഉടച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് കൈവച്ചിട്ടൊന്ന് ഞാനടി ഉടച്ചെടുത്ത് കൊടുക്കുന്നുണ്ട്. ഞാനത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കുന്ന സമയത്ത് കണ്ടിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്, ഉണ്ടാക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇനി ഇതിലേക്ക് 1/2 കപ്പ് പശുവും പാലും കൂടെ ചേർത്തിട്ടുണ്ട്. കൂടെ നമ്മൾ 1/2 കപ്പിൻ്റെ അടുത്ത് മൈദ ചേർത്തിട്ടുണ്ട്. മൈദക്ക് അങ്ങനെ കറക്റ്റ് കണക്കൊന്നുമില്ല, മിക്സ് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർക്കാം. 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണോളം വറുത്ത അരിപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് ഒരുപാട് കട്ടിയാവാൻ പാടില്ല, നമുക്ക് സ്പൂൺ വെച്ച് കോരി ഒഴിക്കാൻ പറ്റുന്ന ഒരു പരുവത്തിൽ വേണം ഉണ്ടാവാനായിട്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും അവസാനമായിട്ട് ഏകദേശം ഒരു പിടി തേങ്ങ ചിരകിയത് ചേർക്കുന്നുണ്ട്. ഇത് സ്കിപ്പ് ചെയ്യാം, നിർബന്ധമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അത് ഏകദേശം ഈ ഒരു പരുവത്തിലാണ് മാവ് ഉണ്ടാവേണ്ടത്. സ്പൂൺ വെച്ച് നമുക്ക് കോരിയിടാൻ പറ്റണം. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിനകത്തോട്ട് സ്പൂണിൽ ഇതുപോലെ കുറച്ച് മാവ് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതുപോലെ സ്പൂണിൽ കോരി ഒഴിക്കുന്നതുകൊണ്ട് തന്നെ സ്പൂൺ പഴംപൊരി എന്നാണ് കേട്ടോ ഇതിന് പറയുന്നത്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ ഇനി നമുക്ക് തിരിച്ചു മറിച്ചോട്ട് ഇത് 2 സൈഡും ഒന്ന് വേവിച്ചെടുക്കാം. ഇങ്ങനെ ട്രൈ ചെയ്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ട്രൈ ചെയ്യാത്തവർ എന്തായാലും ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതേ നമ്മൾ 2 സൈഡും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ചുകൂടി ഫ്ലഫി ആയിട്ട് കിട്ടണമെങ്കിൽ ഒരു നുള്ളു ബേക്കിംഗ് സോഡ ചേർക്കാം, അതല്ലെങ്കിൽ ഒരു കോഴിമുട്ടയും കൂടെ ചേർക്കാം കേട്ടോ. അങ്ങനെ നമുക്ക് ട്രൈ ചെയ്തെടുക്കാം. ഇനി അതൊന്നും വേണ്ടെങ്കിൽ ഇതുപോലെ സിമ്പിളായിട്ട് ചെയ്താലും മതി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇതുപോലത്തെ റെസിപ്പീസിന് വേണ്ടി ധ്യാൻസ് കണ്ണൂർ കിച്ചൻ ഫോളോ ചെയ്യുക. താങ്ക്